നമ്മൾ പറയുന്ന ഈ പോയിന്റേ ഉള്ളൂ. നഴ്സുമാർക്ക് മാന്യമായ വേതനം വേണം, അത് ശരി തന്നെയാണ്. പക്ഷേ മിനിമം വേജസ് നഴ്സുമാരുടെ പിന്നെ ഫെയർ വേജസും രണ്ടും രണ്ടായി തന്നെ കാണുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പിനെ ബാധിക്കാത്ത രീതിയിൽ ഫെയർ വേജസ് തീരുമാനിക്കുന്നതിനോട് നമുക്ക് എതിരില്ല. മിനിമം വേജസ് നിയമപ്രകാരമുള്ള മിനിമം വേജസ് ആയിരിക്കണം. ഒരു സെക്കൻഡ് അതായത് ഇത്രയും രൂപ ശമ്പളം കൊടുത്ത്, അതായത് കാരണം ഇത്രയധികം രോഗികളുടെ എണ്ണത്തിലൊക്കെ കുറവ് വരും, പരിമിതികളൊക്കെ ഉണ്ട്. കേരളത്തിൽ വികസിത ആശുപത്രികൾ നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? സത്യസന്ധമായിട്ട് അങ്ങ് പറയണം. കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുക. അല്ല, ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടർ ഒരു ഏകശിലാരൂപകമായ സംഗതിയല്ല. ഏറ്റവും ചെറിയ ക്ലിനിക്കുകൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി 5 സ്റ്റാർ ഫെസിലിറ്റി കൊടുക്കുന്ന ഹോസ്പിറ്റൽ വരെ ഉണ്ട്. ഓരോന്നിൻ്റെയും സാമ്പത്തിക സ്ഥിതി വേറെ ആയിരിക്കും. ഒരു ഹോസ്പിറ്റൽ 30 വർഷം മുമ്പ് തുടങ്ങി ലാഭകരമായ ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിലനിൽപ്പിന് തന്നെ അവർ പിന്നെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം. അപ്പോൾ ഓരോ ഹോസ്പിറ്റലിലുള്ള സാമ്പത്തിക സ്ഥിതി ആ ഹോസ്പിറ്റലുകൾക്കേ പറയാൻ കഴിയുള്ളൂ. നമുക്ക് കോമൺ ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. എല്ലാ ഹോസ്പിറ്റലുകൾക്കും നിലനിൽപ്പിന് സാധ്യമാവുന്ന രീതിയിൽ മിനിമം വേജസ് വരണം. അതിനപ്പുറം കഴിയാവുന്ന ഹോസ്പിറ്റലുകൾ കൂടുതൽ കൊടുക്കണം. അത് തന്നെയാണ് KPCA നിലപാട്. ഞാൻ അങ്ങയിൽ അവസാനിപ്പിക്കുന്നു. അതായത് ഈ രണ്ട് സംഘർഷത്തിനിടയിൽ ഇഫ് ദ എലഫന്റ് ഫൈറ്റ്സ് ഇറ്റ് ഈസ് എ ഗ്രാസ് ദാറ്റ് സഫേഴ്സ് എന്ന് പറയുന്ന ഫേമസ് കൊട്ടേഷൻ. ആനയും തമ്മിൽ കൂട്ടിയിടിച്ചാൽ മൂട്ടിലെ പോച്ച താർന്നു പോവും. രോഗി പറഞ്ഞോളൂ. സൂചി വാങ്ങിച്ചെന്നാലും മെഷീൻ വാങ്ങിച്ചെന്നാലും നമുക്ക് തന്നെ കിട്ടും. ഡോക്ടർ വന്നാലും നേഴ്സ് വന്നാലും അറ്റൻഡർ വന്നാലും ബില്ല് നമുക്ക് തന്നെ വരും. അപ്പൊ നമ്മൾ ബില്ലൊക്കെ എടുക്കാൻ തയ്യാറാണ്. ദുരഭിമാനം ഏത് ബില്ലും നമുക്ക് കിട്ടിക്കോട്ടെ. ദുരഭിമാനം വെടിഞ്ഞ് എത്രയും പെട്ടെന്ന് ചികിത്സ തരാനുള്ള സംവിധാനങ്ങൾ സർക്കാരും മാനേജ്മെന്റും അസോസിയേഷനും ചേർന്ന് നടപ്പിലാക്കിയാൽ അതാണ് ഞങ്ങൾക്ക് രോഗികൾക്ക് അപേക്ഷിക്കാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി നമ്മുടെ കേരളത്തിലെ ആശുപത്രികളിൽ നഴ്സസ് നടത്തുന്ന സമരത്തിൽ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതി ഇന്ന് അതിൽ ഇടപെട്ടു. കോടതി പറഞ്ഞു ഇതിനകത്തൊരു മീഡിയേഷൻ വേണം. അടുത്ത ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മീഡിയേഷൻ്റെ ആളുകൾ ഇതിൽ പങ്കെടുക്കും. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഒരു സൈഡിലും മറു സൈഡിൽ യുണൈറ്റഡ് നഴ്സ് അസോസിയേഷനും പങ്കെടുക്കും. ഹൈക്കോടതിയുടെ മധ്യസ്ഥനും ഇതിലുണ്ടാകും. ഈ റിപ്പോർട്ടോടെ അടുത്ത വ്യാഴാഴ്ച വീണ്ടും ഈ കേസ് കേരള ഹൈക്കോടതി പരിഗണിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സമവായം അല്ലെങ്കിൽ ഈ മീഡിയേഷൻ നടക്കുന്ന ഈ സമയത്ത് സമരം പാടില്ല. അതുകൊണ്ട് സമരം നിർത്തിവെക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.